അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു നാടൻ ചീര വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇതൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ഇടയിൽ എന്തായാലും കുറച്ചൊക്കെ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്യട്ടെ നിങ്ങൾ കാണുമ്പോൾ തന്നെ. അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് നാടൻ ചീര കിട്ടിയിട്ടുണ്ട്, ചുവന്ന ചീര. അത് നല്ലോണം കഴുകിയെടുക്കണം. എന്താ വെച്ചാൽ മണ്ണൊക്കെ ഉണ്ടാവില്ല, നല്ലോണം മഴയാണ്, നല്ല മഴ ആയതുകൊണ്ട് എന്തായാലും ചീരൻ്റെ ഇതിൽ നല്ല മണ്ണുണ്ടാവും. അപ്പോൾ ഒരുപാട് പ്രാവശ്യം 5-6 പ്രാവശ്യം ഞാൻ അത് നല്ലോണം വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ട് ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ചീരയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പരിപ്പിട്ടിട്ടാണ് അത് കറി വെക്കണത്. പരിപ്പും കൂടി ഇടുമ്പോഴാണ് ഇതൊരു കുറച്ചൊരു ടേസ്റ്റും നല്ലൊരു കുറുകിയ കറിയൊക്കെ ആവല്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പരിപ്പെടുത്തിട്ടുണ്ട്. കുറച്ച് പരിപ്പെടുത്തിട്ട് അതൊന്ന് കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഇട്ടിച്ചിട്ട് ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉള്ളൂ. കുറച്ച് മുളകും പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങ ഒന്ന് ചിരണ്ടി അരച്ചെടുക്കാനുണ്ട്. തേങ്ങയ്ക്ക് 2-3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, കുറച്ച് ചെറിയ ജീരകം ഇതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി അരക്കണ സമയത്ത്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് തേങ്ങ അരക്കുമ്പോൾ ഞാനതിൽ മഞ്ഞൾപ്പൊടി എന്തായാലും ഇടും. എന്ന് വെച്ചാൽ എനിക്ക് നാലാണ് കാണുമ്പോൾ ഒരു ഇത് തോന്നൽ. അങ്ങനെ അത് പരിപ്പ് വെന്ത് ഞാൻ അതിലേക്ക് ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീരൻ്റെ ഇല ഇട്ട് കൊടുക്കണത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇനി അതും കൂടി വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ആ തേങ്ങ അരച്ചത് പാർന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഇങ്ങനെ ഒന്ന് കറി വെക്കാത്തവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. പിന്നെ നമ്മളെ സ്ഥിരം പരിപാടിയാണല്ലോ അടുക്കളയിലെ പണി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകലും റാക്കൊക്കെ തുടക്കലും ഇത് പിന്നെ സ്ഥിരമായിട്ട് നമ്മളൊരു പണിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചീരക്കറി നിങ്ങൾ വെച്ച് നോക്കുക. അസ്സലാമു അലൈക്കും.